ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ നിനക്കറിയാവോ? അതൊക്കെ എനിക്ക് അറിയാൻ മുരളി ചേട്ടാ. എങ്കിലൊന്ന് പറഞ്ഞാ കേക്കട്ടെ. നമ്മുടെ 5 വർഷത്തെ കാത്തിരിപ്പിന്ന് അവസാനിക്കണല്ലേ. 5 വർഷം കൊണ്ട് നമ്മൾ ചെയ്ത ഈ സൈറ്റിലെ പണി ഇന്നത്തോടെ തീരുവാ. വൈകിട്ട് കൺട്രാക്ട് വരുന്നു, എഞ്ചിനീയർ വരുന്നു, റോഡിലെ ഇൻസ്പെക്ഷൻ നടത്തുന്നു, ഒപ്പിടുന്നു, കുടിശ്ശിക ശമ്പളം മേടിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് കാസർഗോഡ് ബന്ധെടുക്കയിലേക്ക്. എന്തെടുക്കാൻ? ഒന്നും എടുക്കാനല്ല, ബന്ധെടുക്കാൻ എന്റെ ബന്ധു വീട്ടിൽ പോകണ്ടേ. എന്നിട്ട് നാളെ അവരുടെ വീടിന്റെ പുറകെയുള്ള മലയുടെ മണ്ടൊക്കെയുള്ള അമ്പലത്തിൽ പോയി താലി കെട്ടി മിക്സറും ടാറും മെറ്റിലും ഒന്നാവുന്ന പോലെ നമ്മളുണ്ടാവും. അയ്യോ, അപ്പൊ നമ്മളവിടെ റോഡ് പണിക്കാണോ പോണ? ശവം എടി, അത് നാലങ്കാരികമായിട്ട് പറഞ്ഞു. ഞാൻ നാളെ നിന്റെ കഴുത്തെ താലി കെട്ടാൻ പോവല്ലേ. അയ്യോ, ആലോചിക്കാൻ പോലും പയ്യ ഭാര്യ ഭർത്താവ്. അതെ ചേട്ടാ, ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ. നമുക്ക് ആദ്യം ഉണ്ടാണ് ആങ്കൊച്ചാണെങ്കിൽ നമ്മൾ എന്ത് പേരിടും? ടാർസൻ. ടാർസനോ? എടി, 6 മണിക്ക് പോകുന്ന ഇതിലും പറ്റിയ വേറെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പെങ്കൊച്ചാണെങ്കിൽ എന്ത് പേരിടും? രണ്ടാമത്തെ മെയിലാട്ടോ ടാർ ഒഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കൊച്ചു പെണ്ണാണെങ്കിൽ എന്റെ അമ്മമ്മയുടെ പേരിട്ടാ മതി. ആ പേരെന്ന് പറഞ്ഞ പാറപ്പടി. പാറപ്പടിയോ? പാറക്കുട്ടി. ആറുകുട്ടി. പക്ഷേ മൂന്നാമത്തത് നിർത്തണമെന്ന് നീ നിർബന്ധം പിടിക്കരുത്. ഷവല്, ചിപ്സ്, ലോറി, വണ്ടി, അങ്ങനെ കൊറേ കുട്ടികൾ നമുക്ക് വേണം. ഓ ചേട്ടാ, എന്റെ രമേ. രണ്ടുപേരെ ലവ് സീൻ കഴിഞ്ഞോ? കഴിയാറായി. ഇവിടെ പണി നടക്കുന്നുണ്ടോ? ശമ്പളം കിട്ടണോ? ബില്ല് മാറി. ബില്ല് മാറിയ ശമ്പളം വേണ്ടി വേണല്ലേ ഞങ്ങൾക്ക് നാളെ കാസർഗോഡ് പോയി കല്യാണം കഴിക്കാൻ. അതിന് പണി കൃത്യമായിട്ട് നടക്കണം. എല്ലാ പണി ചെയ്തു, തൂത്ത് വൃത്തിയാക്കി. ആ എഞ്ചിനീയർ ആണെന്ന് അറിയാലോ. അദ്ദേഹം ഒരു ക്ഷിപ്ര കോപിയാ. അയ്യോ, പെരുന്നാൾ ദുർവാസമാണ്. അതല്ല, ആള് ക്ഷിപ്ര കോപിയാണെങ്കിലും പുള്ളിക്കാരൻ ചെറിയൊരു സരസനാ. അതല്ല, ആദ്യം പറഞ്ഞ ഗോപിയാണെന്ന്, ഇപ്പൊ പറയണ സരസനാണെന്ന്. എന്റെ പൊന്നേടാവേ, നീ ഇവളെയും കൊണ്ടാണോ ബന്ധുടക്കേക്ക് പോണത്? എന്തെടുക്കാനാടാ? പിന്നെ ഇങ്ങ വന്ന് രണ്ടുപേരും പോയാലും കൊള്ളാം. സൈറ്റ് ഓപ്പൺ ആവുമ്പോ ഇങ്ങ് വന്നേക്കണം. ഉറപ്പായിട്ട് വരും. എന്റെ സാറേ, എനിക്ക് ശമ്പളം കുറച്ച് നേരത്തെ തന്നെ. എന്റെ ഈ പല്ല് ഇളകിയിരിക്കണ റൂട്ട് കനാൽ ചെയ്തിട്ട് ശരിയാക്കാനാ. ഇളകിയിരിക്കുകയാണല്ലേ? എന്റെ പെണ്ണ് ഇവിടെ 1.5 ലക്ഷം രൂപയുടെ പാലം പണിയുന്നു. പിന്നെയാണ് നിന്റെ കനാല്. അതൊക്കെ ഞാൻ തരാം. പിന്നെ ഒരു കാര്യം പറയാം. നീ വന്ന് എഞ്ചിനീയർ വന്ന് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എഞ്ചിനീയർ വന്ന് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിന് ഉത്തരം പറയണം. 1 കൊട്ടം മെറ്റിലിന് നിങ്ങൾ എന്തേരം ടാറ ഇടുന്നേ? അതിന് നമ്മൾ ടാർ ഒഴിക്കാറില്ലല്ലോ. 1 കപ്പ്, 1 കപ്പോ? 1 ടീസ്പൂൺ. മുരളിച്ചേട്ടാ, അങ്ങനെയൊന്നും അല്ല. ഒരു ടാങ്കർ ലോറി. അങ്ങനെയാണെങ്കിൽ അമ്പലപ്പറമ്പിലെ ഉരുളിപ്പായസത്തിൽ 2 കപ്പലണ്ടി കിടക്കുന്ന പോലെ കാണുള്ളൂടി. അതല്ലടി, അതിന് ആവശ്യത്തിനുള്ള ഉപയോഗിക്കുള്ളൂ കേട്ടോ. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറാസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. മോനെ മരുമോനെ, നീ എന്നാടാ ഇവിടെ? ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. എടാ, ഫുൾ ടൈം ഏസിക്കാതിരിക്കുന്ന നീ ഈ ടാറിട്ട റോഡിൽ വന്നിട്ട് എന്നാ സന്തോഷ വാർത്ത പറയാനാ? അതായത് ഇനി മലയാള സിനിമ ഓടാൻ പോകുന്നത് എന്റെ തലയുടെ മുകളിൽ കൂടെ ആയിരിക്കും. എടാ, മലയാള സിനിമ പെട്ടിയുടെ കാലമൊക്കെ മാറി ഡിജിറ്റലാ. പിന്നെ എന്തിനാ നിന്റെ തലയെ വെച്ച് ഓടിക്കുന്നേ? സംഗതി മാമന് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. ഈ വാർത്ത കേട്ട മാമൻ ഞെട്ടും. മാമ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. ചാൻസ് കിട്ടി. ഏത് സിനിമയില്? ഓർമ്മകൾ മാത്രം എന്നൊരു സിനിമയിൽ. സിനിമയുടെ പേരാണോ? സിനിമയുടെ പേരാണ്. നല്ല പേര്. സത്യം കിട്ടുന്നുണ്ട്. അത് സിനിമയിൽ അവസരം കിട്ടിയിട്ട് നീ ഇവിടെ എന്തിനാ വന്നേ? അതായത് ഈ സിനിമ നടക്കുന്നത് നദിയ മൊയ്തുവിന്റെ തീരത്താണ്. ആരാ നദിയ മൊയ്തോ? യമുന നദിയുടെ തീരത്താണ്. യമുന നദിയുടെ തീരത്തുള്ള ഒരു റോഡ്. ആ റോഡ് പണി നടക്കുന്ന സ്ഥലത്താണ് ഈ കഥ. ആ റോഡ് പണിക്കാരനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അതായത് റോഡ് പണി ചെയ്യുന്ന കർഷകൻ. കൺട്രാക്ടർ ചേഴക്കാരൻ വന്ന് എന്തോ ഒരു വിട്ടിത്തര പറയുന്നത്. റോഡ് പണി ചെയ്യുന്ന ആളെ കർഷകനെന്നല്ല പറയുന്നത്. ഒന്നീ ടാറ് പണിക്കാരൻ അല്ല റോഡ് പണിക്കാരൻ. റോഡ് പണിക്കാരൻ. അപ്പൊ അത് ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്ത ഞാൻ ഇപ്പോഴും ചോദിക്കും, നിനക്ക് സിനിമയിൽ അവസരം കിട്ടിയ നീ ടാറിങ് പണിക്ക് എന്തിനാ ഇവിടെ വന്നേ? അതായത് ഈ മമ്മൂക്കെ ഈ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ ഗുണ്ടയായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഗുണ്ടകളുടെ ചേരി പോയി കുറെ നാൾ താമസിച്ചില്ലേ? അതുപോലെ അമരത്തില് മത്സ്യത്തൊഴിലായിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് കടത്തീരത്ത് കുറെ താമസിച്ചില്ലേ? അതുപോലെ എനിക്കും ഈ ടാറ് പണിക്കാരായിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കൂടെ നിന്ന് ജോലിയൊക്കെ ചെയ്ത് ഞാൻ ഈ നാച്ചുറാലിറ്റി വരാൻ, അതായത് ഇങ്ങനെ ജീവിച്ച് കാണിച്ചിട്ട് വേണം നിനക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ട്. എക്സാക്ട്ലി. മുരളി, ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നേ വരെ ഒരു ചായ പോലും ഇടാൻ അറിയാൻ മേലാത്ത ഇവരാണ് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത്.
ഇത്രയും മുട്ടക്കാട്ട് വളർന്നിട്ട് ഒരു ചായ പോലും ഇടാറി തരുന്നത് എന്നാ കഷ്ടമാ. മാമ നീ വർത്താനം പറയരുത്. പിന്നെ മാമന് പണ്ട് ചൈന ജ്വരം വന്ന് കിടന്നപ്പോഴേ, അതിനാണോ ജപ്പാൻ ജ്വരം വന്ന് കിടന്നപ്പോഴേ ഞാൻ വീട്ടിൽ കാണാൻ വന്നപ്പോ മാമൻ പനിച്ച് പറിച്ച് കിടക്കോട്. ഞാൻ അപ്പൊ തന്നെ അടുക്കള കയറി ഒരു ഗ്ലാസ് പാലെടുത്ത് ചെരുവത്തിനകത്ത് ഒഴിച്ച് തിളപ്പിച്ച് തന്ന ആളാണ് ഞാൻ. പാല് തിളപ്പിച്ച കഥയൊന്നും കേൾക്കണ്ട. ഇവൻ പാല് തിളപ്പിക്കാനാണ് അടുക്കളയിലോട്ട് പോയി. എന്തോ ഒരു മണം കാരണം ഞാൻ എഴുന്നേറ്റ് അടുക്കള ചെന്ന് നോക്കി. അടുക്കള ചെന്ന് നോക്കുമ്പോ എന്നതാ, പാലിന് പകരം ദോശമാവ് എടുത്ത് ഇവൻ അടുപ്പ വെച്ചിരിക്കോ. അതങ്ങ് തിളച്ചു പോങ്ങി ഒരു 10-40 കിലോ ഒരു മുട്ടക്കാട്ടൻ ഇടിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 10-12 ദിവസം കൊണ്ടാണ് ഞാനത് കഴിച്ചു തീർത്ത്. അറിയാം, ഞാനും ജാമും കൂടി തിന്നായിരുന്നത്. ആണല്ലേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇയാള് മമ്മൂട്ടിനെയൊക്കെ കണ്ടിട്ടുണ്ട്, അറിയോ? മമ്മൂക്ക് ഇന്ന് രാവിലെ കൂടി ഫോണിൽ വിളിച്ചതേ ഉള്ളൂ. അതെ, മമ്മൂക്കനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? മേലും മിസ് കോളും വിടലും മെസ്സേജും വിടലും വിളിച്ചാൽ തെറി പറയുമെന്ന് പറഞ്ഞു. വീട് പാട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതാണ് സിനിമ നന്നാക്കണം. ആദ്യം നാട് നന്നാക്കണം, പിന്നെ കലാ വീട്ടിലിറങ്ങണം. അതാ മനസ്സിലാക്കണം. ഉത്തരവാദിത്വം ഇല്ലെന്ന് മാത്രം പറയരുത്. അതിനാ മാമൻ പണ്ട് പ്ലാവിൽ നിന്ന് വീണപ്പോഴേ ഞാൻ അപ്പൊ തന്നെ ആട്ടോയിൽ എടുത്ത് ആശുപത്രി കൊണ്ട് ആളാണ്. ഡോക്ടർ എന്താണ് പറഞ്ഞറിയാമോ? സ്പോട്ടിൽ കൊണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ആള് കാഞ്ഞു പോയിരുന്നു. എന്നാൽ ഈ കൃത്യസമയത്ത് പ്ലാവ് വീണപ്പോ തന്നെ മച്ചാൻ അവിടെ എത്തി. അത് സംഭവം എനിക്കറിയായിരുന്നു. മാമൻ ചക്ക വീഴുന്നതിന് മുമ്പേ മാമൻ എത്തിയൊന്നു. അത് സ്ഥിരം വീഴാറില്ല. എന്നാലും നീ സിനിമയിൽ അഭിനയിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ നിന്നൊക്കെ ചെയ്തു. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല മുരളി. കണ്ട്രാക്ക് ഇങ്ങോട്ട് വന്നേ. ഇവനെങ്ങാനും രക്ഷപ്പെട്ട് സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയാലേ കണ്ട്രാക്ക് ഇതിലെ റോഡ് ആൾക്കാരെന്നാ പറഞ്ഞു, സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആ വില കൊണ്ട് കളയുടെ ജാട ഇട്ടൂടെ. എന്നൊരു കാര്യം ചെയ്, ഇവനെ തൽക്കാലം ടാറിങ് പണി ഒഴിക്കാൻ വന്നതല്ലേ, ഇവിടെ അഭിനയം മുരളി അങ്ങ് പഠിപ്പിക്കും. ഞാൻ എഞ്ചിനീയറെ കണ്ട് ബില്ല് പാസ്സാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പെട്ടെന്ന് കുടിശ്ശിക പൈസ ബന്ധെടുക്ക കല്യാണം ബന്ധുരൊക്കെ സൂപ്പർ സ്റ്റാറല്ലേ അടുത്ത് നിൽക്കുന്നത്, മേടിക്കാമല്ലോ കാശ്. ടാറ് പണിയിൽ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ടാറ്, പൊടി, അഴുക്ക്, ചിപ്സ്, മണ്ണ്, മങ്കട്ടം, മെറ്റില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിങ്കിൾ ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ ടാർ ജീവനക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നിനക്ക് സിനിമ വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം. പക്ഷേ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സെൽഫി എടുക്കാൻ കൂറ ജാട ഇട്ടു സെൽഫി എടുക്കും. അതെ, എന്റെ ഓർമ്മ മാത്രം അടുത്ത ഓണത്തിന് റിലീസാവും. ഫസ്റ്റ് ഷോക്കേറ്റ് പോയി കാണണം. പേരെന്തോന്ന്? രമ. എവിടെ വീട്? കൊച്ചിയിലും. ഏതൊരു പഠിച്ച്? 8ാം ക്ലാസ് വരെ. എന്നാ ഞാൻ നിങ്ങളടുത്തല്ലേ എവരടുത്തല്ലേ ചോദിച്ചു? നിങ്ങൾ നിർത്തണം പറയണത്. മറ്റന്നാൾ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്ന കണ്ട്രാക്ടാണ് ഞാൻ. ഈ റൂട്ടിൽ വണ്ടി വിടാൻ നിൽക്കണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നീ ടാറിങ് പണിയെ കുറിച്ച് ആദ്യാക്ഷരം പഠിക്കാനല്ലേ ഇവിടെ വന്നത്. ഒരു വട്ടം മെറ്റില് ഒരു സിനിമ നടൻ എങ്ങനെ ഇവിടെ കൊണ്ടിടുന്നു ആക്ട് ചെയ്ത് കാണിയിട്ട് നിനക്ക് കവനിക്കാൻ കഴിവുണ്ടോ നോക്കണമല്ലോ. ചട്ടിയിലിരിക്കണം. ഈ മെറ്റിൽ ഇവിടെ കൊണ്ടിടണം. അഭിനയിച്ചോണ്ട് ഓക്കെ റെഡി. എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്തിട്ട് നമുക്ക് ചില വിശ്രമിക്കാതെ. അടിപൊളി. ഇനി അടുത്തതായിട്ട് ടാറിട്ട ഭാഗത്തേക്ക് ആ ഒരു ഡപ്പയിലുള്ള ചൂട് ടാറ് കൊണ്ട് ഒഴിക്കുന്ന നടൻ. അതൊന്നും കാണിക്കും. പെട്ടെന്ന് ഒഴിക്കണം, എന്നല്ല ഒരു കട്ടിയായി പോകും. ചൂട് ടാറ് പെട്ടെന്ന് ബക്കറ്റിൽ പോകും. ഇങ്ങനെ ഒച്ചടയില്ല അങ്ങ് ടാറ് കട്ടിയായിട്ട് പാറക്കഷ്ണം പോലെ ആവത്തില്ലേ. അതേപോലെ ടാറ് പണിയിൽ ആദ്യ അക്ഷരം പഠിക്കുന്നത് എന്താണെന്നറിയോ? ടാറ് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ തൂത്ത് വൃത്തിയാക്കും. അതെങ്ങനെ ഒരു സിനിമ ശൈലി അഭിനയിച്ച് കാണിച്ചേ. ഓക്കെ, ഒരുപാട് കഴിവുകളുണ്ട്. നീ ഈ കഴിവുകളായിട്ട് സംവിധാനത്തിന്റെ അടുത്ത് പോയി റേഡിയേഷൻ ചെയ്താൽ നിനക്ക് സിനിമ അഭിനയിക്കാം. റേഡിയേഷൻ അല്ല, ഓഡിഷൻ. അത് ചെയ്താൽ ഉറപ്പായിട്ട് വേഷം കിട്ടും. എന്റെ ക്യാരവാൻ അവിടെ കിടക്കുന്നത്. നമ്മളൊരു ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ അപ്പോഴേ സിനിമാടന്മാർ ക്യാരവാൻ കയറി വിശ്രമിക്കണം. അതായത് നമ്മുടെ ഈ ഫുഡ് കഴിക്കാനും ഡ്രസ്സ് മാറാനൊക്കെ വലിയ ബസ്. ഇവിടെ അതൊന്നുമില്ല. പിന്നെ
ഞങ്ങള് റെസ്റ്റ് എടുക്കണമെങ്കിൽ മറ്റേ കൂനെ പോയിരിക്കും, അല്ലെങ്കിൽ എവിടെ ടർപ്പാള വിരിച്ചിട്ടുണ്ട് അവിടെ പോയിരിക്കും. അവിടെ അപ്പൊ ഇവിടെ കസേര കൊട അങ്ങനെയൊന്നുമില്ല. ടാറ് പണിയുന്ന സൈറ്റ് കസേരയോ കൂടെ ഒന്നും കൊണ്ടുവെക്കത്തില്ല. അഥവാ നമുക്ക് ഇരിക്കണം എന്ന് തോന്നുന്നു ഒന്നിങ്ങനെ ടാറിട്ട റോഡിൽ ഇരിക്കും, അല്ലതെ ഈ വീപ്പായിരിക്കും. ബ്രേക്ക് കഴിയുമ്പോ പറയണേ, അടുത്ത ഷോട്ട് റെഡി വരാം. അല്ല ഈ ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് ഇല്ലേ സിനിമയിൽ? ബ്രേക്ക് മറ്റൊരു കോരിട്ടെ, പെട്ടെന്ന് കോരിട്ടെ, ഇങ്ങോട്ട് വാരാമേ, ഇത് കോരി ഇടിച്ചമേ. സുരേന്ദ്രോ, വർക്കൊക്കെ എവിടം വരെയായി? വർക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നു സാറേ. ഓക്കെ ആണല്ലോ? ഓക്കെയാണ് സാറേ. മിക്സർ എവിടെ? മിക്സർ എവിടെ? മിക്സർ എവിടെ? മിക്സർ എവിടെ? ഇത് കൊണ്ടുപോടാ. ശകര് വൈകിട്ട് തേയില വെള്ളത്തിനൂടെ എടുത്തായിരുന്നു, പക്ഷെ കുപ്പി പൊട്ടിച്ചിട്ടില്ല, അതേപോലെ ഉണ്ട്. എടാ, കൊലക്കൂടി കുടിക്കുന്ന സാധനത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ടാറും മെറ്റലെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന മിക്സർ മെഷീൻ എവിടെ? അത് ഇന്നലെ ഈ സൈറ്റിലെ പണി എടുത്തപ്പോ തന്നെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ടായിരുന്നല്ല. എനിക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത്. മിക്സർ മെഷീൻ കൊണ്ടിട്ട് സാറേ. എന്നെ സാറാ നോക്കുന്നേ? ഫയല് ഫയല് ഫയലല്ല കയ്യിലിരിക്കുന്നേ. എന്റെ ദൈവമേ, എന്റെ കയ്യിലിരിക്കുന്ന ഫയലല്ല, പിന്നെ ഈ ഭൂമിയിലേക്ക് എത്ര അടി ഫയലിംഗ് നടന്നിട്ടുണ്ടെന്നാണ്. ഇവിടെ 25 അടി താഴ്ത്തേന് 25 അടി ഓക്കെ ആണല്ലോ. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. ഇവിടെ കുഴിക്കണം, ഇവിടെ കുഴിക്കണം, ഇവിടെ കുഴിക്കണം. സാറേ ഇവിടേക്ക് എന്തിനു സാറേ കുഴിക്കുന്നേ? അതിന്റെ അടി പൈപ്പ് കിടക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞ അവിടെ എല്ലാം കുഴിക്കാൻ വേണം, ഈ പൈപ്പ് എല്ലാം വെട്ടി പൊളിക്കാൻ വേണം. സാറേ അവിടെ കുഴിച്ച് കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടി വെള്ളം വരത്തില്ലേ? എന്റെ സുരേന്ദ്ര, ഈ മാസത്തെ എന്റെ വാട്ടർ ബില്ല് എത്രയാണെന്നറിയാവോ? 7500 രൂപ. ഈ വാട്ടർ അതോറിറ്റിക്ക് ഒരു പണി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ കഴിഞ്ഞ പേയ്മെന്റ് ഒന്നും കിട്ടിയില്ലായിരുന്നല്ലോ, ബില്ല് പാസ്സായില്ലല്ലേ? അപ്പൊ ഞാന് പേരെഴുതി ഒപ്പിട്ട് തരാം, ഇത് ഓഫീസിൽ കൊണ്ടുപോയി മാറിക്കോ, നിങ്ങളുടെ പേയ്മെന്റ് ഒക്കെ സെറ്റിൽമെന്റ് ആകും. ഓക്കെ, കൊണ്ടുപോയി മാറിക്കോ. സാറേ, സാറിന്റെ പേര് ട്രാഫിക് എന്നാണല്ലേ? ആര് പറഞ്ഞു? ട്രാഫിക് എഴുതി ഒപ്പിട്ടിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, ട്രാഫിക് എന്നല്ല പെണ്ണുപിള്ളേ, ഈ റഫീഖ് എന്നാ എന്റെ പേര്. ആരായിട്ട് കാച്ചു കൊണ്ടുവരാം. ഹലോ സാർ, സാർ പറയൂ സാർ. എത്രയും പെട്ടെന്ന് തുടങ്ങാം സാർ. ഓക്കെ എന്നാ, ശരി 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 ശരി. സുരേന്ദ്രോ, ആ ബില്ലിങ് തന്നേക്ക്. കൂട്ടിയിടാനാണ്? അല്ലല്ല, ബില്ല് പാസ്സാകത്തില്ല കേട്ടോ. ബില്ല് പാസ്സാകത്തില്ല. അതന്നെ സാറേ ബില്ല് പാസ്സാകാതെ. നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ഈ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. വർത്താനോ പറയുന്നത്? പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഈ ടാറിങ് പണി തീർത്തില്ല. അത് ചെയ്തു. ഇത്ര നാൾ ഞങ്ങൾ ശമ്പളത്തിന് ആരോട് ചോദിക്കും? എടോ, നിങ്ങളുടെ ശമ്പളത്തിന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത്. ഇത്രയും നാൾ നമ്മൾ ഇവിടെ 4 വരി പാതയുടെ അല്ലേ പണി ചെയ്തത്, അത് മാറ്റിയിട്ട് ഇനി 6 വരി പാതയാക്കാൻ ഓർഡർ വന്നെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ബില്ലൊന്നും ഇപ്പൊ പാസ്സാകത്തില്ല. ഞങ്ങൾ തൊഴിലാളികൾ കഷ്ടപ്പെട്ട പൈസ ഇല്ലെന്നോ? അങ്ങനെ പറയരുത്. ഇന്ന് ഈ ബില്ല് മാറി കിട്ടിയ പൈസ കൊണ്ട് കാസർഗോഡ് ബന്ധനൊക്കെ പോയി കല്ലെടുക്കാൻ പരിപാടിയെ ഞങ്ങളെ ചതിക്കുന്ന സാറേ, പൈസ അതേ പറ്റത്തുള്ളൂ. എടാ ഭാഗ്യവാനേ, എടാ ഈ 4 വരി പാത മാറി ഇവിടെ 6 വരി പാത വന്നാ വെറും 1/2 മണിക്കൂർ കൊണ്ട് നിനക്ക് കാസർഗോഡ് എത്തല്ല. സാറേ ഞങ്ങളുടെ ബില്ല് മാറ്റാ സാറേ. എന്റെ സുരേന്ദ്ര, ബില്ല് പാസ്സാകണമെങ്കിൽ 6 വരി പാതയുടെ പണി നമ്മൾ ഇത്ര കാലം കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നടിഞ്ഞോ. ഇനി അയ്യോ എന്താണോ? അയ്യോ, ഒരു അബദ്ധം പറ്റി. ഈ ടാറ് ബാക്കിലോട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒട്ടിയൊന്നും ഒരിച്ചള കണ്ണ. ഇറങ്ങാൻ നോക്ക്. അയ്യോ പോവല്ലേ? ഇല്ലില്ല, എനിക്ക് പോവല്ലേ? ഇല്ലത്. നീ അവിടെ തന്നെ ഇരുന്നു. അയ്യോ, അവിടെ തന്നെ ഇരുന്ന് എനിക്ക് പോണ്ടേ? എവിടെ പോവാന്? ഞങ്ങളെ കല്യാണം മുടങ്ങിക്കും, അതേക്കാളല്ലോ നിന്റെ തന്തിയിൽ താറൊട്ടിയ കാര്യം. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോകും. സിനിമയിൽ അഭിനയിക്കുന്നു. ഒരു വഴിയുണ്ട്, എന്തായാലും ഇത് 6 വരി പാതയാണല്ലോ, അപ്പൊ ഉറപ്പായിട്ട് ടോളിന്റെ പിരിവ് വരും. അപ്പൊ നീ ഇതേപോലെ തന്നെ വിടുന്നു, നിനക്ക് ചുറ്റും ഞങ്ങളൊരു ബൂത്ത് കെട്ടിത്തരാം, അവിടുന്ന് പൈസ പിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെ ക്യാമറയുടെ മുമ്പ് നിൽക്കും? അതിനെന്തിനാ വിഷമിക്കില്ലേ? ടോളാകുമ്പോ എങ്ങനെയാലും 10-12 CCTV കാണത്തില്ലേ? 24 മണിക്കൂർ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നൂരാ പോരെ. അയ്യോ, അപ്പൊ എന്റെ സിനിമ നീ നേരത്തെ പറഞ്ഞ പേരില്ലേ, ഓർമ്മകൾ മാത്രം.